നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം കേരളവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഏറ്റവും നല്ല ജല സംരക്ഷണ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും നല്ല ജല സംരക്ഷണ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം പുല്ലമ്പാറ പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല. പുല്ലമ്പാറ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയാണ് രാജ്യത്തെ ജലസംരക്ഷണ നിയമത്തിൽ ഏറ്റവും നല്ല പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം നേടിയ സർവകലാശാല. അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലയുടെ പട്ടികയിൽ ഇടം നേടിയ സർവകലാശാലയാണ് കേരള സർവകലാശാല. ഉത്തരം കേരള സർവകലാശാല. അടുത്ത ചോദ്യം, മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് പുരസ്കാരം ലഭിച്ച പാർലമെന്റേറിയൻ ആര് എന്നതാണ് ചോദ്യം. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് പുരസ്കാരം ലഭിച്ചത് NK പ്രേമചന്ദ്രൻ MP-ക്കാണ്. NK പ്രേമചന്ദ്രൻ MP-യാണ് ഉത്തരം. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേര് മോചൻ പദ്ധതിയാണ്. ഈ മോചൻ ക്ലിനിക്കുകളാണ് തുടങ്ങിയിരിക്കുന്നത് സർക്കാർ. ഈ മോചൻ ക്ലിനിക്. 2024 വർഷത്തെ കേളപ്പജി പുരസ്കാരം ലഭിച്ചത് 2024 വർഷത്തെ കേളപ്പജി പുരസ്കാരം ലഭിച്ചത് മാതൃഭൂമി ഡയറക്ടറായിട്ടുള്ള PV ചന്ദ്രനാണ്. മാതൃഭൂമി ഡയറക്ടർ PV ചന്ദ്രനാണ് ഇത്തവണത്തെ ജി പുരസ്കാരത്തിന് അർഹനായത്. കേരളത്തിലെ ആദ്യത്തെ ഭരണഘടന സാക്ഷരത ക്യാമ്പസായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന ഭരണഘടന ക്യാമ്പസായി തിരഞ്ഞെടുക്കപ്പെട്ട ക്യാമ്പസ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് സംസ്ഥാനത്തെ ആദ്യ ഭരണഘടന സാക്ഷരതാ ക്യാമ്പായി പ്രഖ്യാപിച്ചത്. 2024 വർഷത്തെ ലളിതാംബിക അന്തർജന പുരസ്കാരം ലഭിച്ചത് 2024 വർഷത്തെ ലളിതാംബിക അന്തർജന പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം സന്ധ്യ ജയേഷ്. സന്ധ്യ ജയേഷ് ആണ് ഉത്തരം. ലളിതാംബിക അന്തർജന പുരസ്കാരം ലഭിച്ചത് സന്ധ്യ ജയേഷ്. പുളിമാത്തിന്റെ ദയാവത എന്ന നോവലിലാണ് പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിക്കപ്പെട്ടത്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതല ഏറ്റത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം പ്രണബ് ജ്യോതിനാഥ്. പ്രണബ് ജ്യോതിനാഥാണ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ്. ഇനി കേരള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. എഴുത്തച്ഛൻ ആദ്യ പുരസ്കാരം ലഭിച്ചത് സൂര്യനാട് കുഞ്ഞുപിള്ളിയാണ്. 2024 വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2024 വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. NS മാധവനാണ്. NS മാധവനാണ് ഇത്തവണത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത നോവലാണ് വൻമരങ്ങൾ വീഴുമ്പോൾ എന്നത്. ഇന്ദിരാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട് NS മാധവൻ രചിച്ച നോവലാണ് വൻമരങ്ങൾ വീഴും. തിരുത്ത് എന്ന കൃതിക്കാണ് ഇത്തവണത്തെ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 തവണ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമായ മലയാളി ആര് എന്നാണ് ചോദ്യം. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 തവണ സെഞ്ചുറി നേടുന്ന മലയാളി താരം അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ആണ് ഉത്തരം. സഞ്ജു സാംസൺ. ഇനി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരമാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത്. അത്ലറ്റിക്സിൽ മലപ്പുറത്തിനാണ് കിരീടം ലഭിച്ചത്. അത് കടകശ്ശേരി ഐഡിയൽ EHSS സ്കൂൾ. 2024 വർഷത്തെ ഡോക്ടർ ഖമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചതാർക്ക്. 2024 വർഷത്തെ ഡോക്ടർ ഖമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. SD ബിജു ആണ്. SD ബിജു ആണ് ഉത്തരം. അദ്ദേഹം ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നും കൂടി അറിയപ്പെടുന്നത് SD ബിജു. ഹസ്യ കലാവേദിയുടെ പ്രൊഫസർ
തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. ഡോക്ടർ എം ജി ശശിഭൂഷണാണ് ഉത്തരം. ഡോക്ടർ എം ജി ശശിഭൂഷണാണ് ഈ വർഷത്തെ തപസ്യ കലാസാഹിത്യവേദിയുടെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ലഭിച്ചത്. ഇനി 2024 വർഷത്തെ ജിമ്മി ജോർജ് കായിക പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. 2024 വർഷത്തെ ജിമ്മി ജോർജ് കായിക പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. കേരളത്തിലെ ഏറ്റവും നല്ല കായിക താരത്തിനുള്ള പുരസ്കാരമാണ് ജിമ്മി ജോർജ് പുരസ്കാരം എന്നറിയപ്പെടുന്നത്. ട്രിപ്പിൾ ജമ്പ് താരം അബ്ദുള്ള അബൂബക്കറാണ്. അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ് താരമായിട്ടുള്ള അബ്ദുള്ള അബൂബക്കറിനാണ് ഇപ്രാവശ്യത്തെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, കുഴിബോംബ് കണ്ടുപിടിക്കാൻ ഏകലവ്യ എന്ന ഡ്രോൺ വികസിപ്പിച്ച കേരളത്തിലെ സർവകലാശാല. ബോംബ് കണ്ടുപിടിക്കുന്നതിന് ഏകലവ്യ എന്ന പേരിൽ ഡ്രോൺ വികസിപ്പിച്ച കേരളത്തിലെ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് ഈ ഡ്രോൺ കണ്ടുപിടിച്ചത്. ആ ഡ്രോണിൻ്റെ പേരാണ് ഏകലവ്യ എന്നത്. ഇനി ഈ വർഷത്തെ കേരള പ്രഭ പുരസ്കാരങ്ങളാണ് പറയാൻ പോകുന്നത്. അതിൽ ISRO ചെയർമാൻ എം സോമനാഥനാണ് ശാസ്ത്ര സാങ്കേതിക പുരസ്കാരം ലഭിച്ചത്. ISRO ചെയർമാനായിട്ടുള്ള എസ് സോമനാഥനാണ്. ജൈവ കർഷകയായിട്ട് ഭുവനേശ്വരി, കൃഷിയുമായി ബന്ധപ്പെട്ട് ഭുവനേശ്വരിക്കാണ് ജൈവ കർഷക പുരസ്കാരം ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കലാമണ്ഡലം വിമല മേനോനാണ് കലയുമായി ബന്ധപ്പെട്ട പുരസ്കാരം ലഭിച്ചത്. കലാമണ്ഡലം വിമല മേനോനാണ് കലയുമായി ബന്ധപ്പെട്ട പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ ഡോക്ടർ TK ജയകുമാറാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പുരസ്കാരം ലഭിച്ചത്. TK ജയകുമാർ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പുരസ്കാരം. അതുപോലെ തന്നെ നാരായണ ഭട്ടതിരിക്കാണ് കാലിഗ്രാഫി പുരസ്കാരം ലഭിച്ചത്. നാരായണ ഭട്ടതിരി. സഞ്ജു സാംസണാണ് കായിക പുരസ്കാരം ലഭിച്ചത്. സഞ്ജു സാംസൺ. ഷൈജ ബേബിക്കാണ് സാമൂഹ്യ സേവനം ആശാവർക്കർ ഷൈജ ബേബി. VK മാത്യൂസിനാണ് വ്യവസായ വാണിജ്യം VK മാത്യൂസ്. കേരള പ്രഭ പുരസ്കാരങ്ങളാണ് ISRO ചെയർമാനായിട്ടുള്ള എസ് സോമനാഥിന് ശാസ്ത്ര സാങ്കേതിക പുരസ്കാരം, ജൈവ കർഷക ഭുവനേശ്വരിക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട്, കലാമണ്ഡലം വിമല മേനോന് കലയുമായി ബന്ധപ്പെട്ട്, ഡോക്ടർ TK ജയകുമാറിന് ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, നാരായണ ഭട്ടതിരി കാലിഗ്രാഫി, സഞ്ജു സാംസൺ കായികം, ഷൈജ ബേബി സാമൂഹ്യ സേവനം ആശാവർക്കർ, VK മാത്യൂസ് വ്യവസായ വാണിജ്യ പുരസ്കാരം. ഇത്രയുമാണ് കേരള പ്രഭ പ്രധാന പുരസ്കാരം. ഇനി കേരള സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. കേരള സർക്കാരിൻ്റെ 2024 വർഷത്തെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. ഉത്തരം MK സാനുവാണ് ഉത്തരം. കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് MK സാനു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിലാദ്യത്തെ ചോദ്യം, PG ദേശീയ പുരസ്കാരം ലഭിച്ചത് റോമില താപ്പറിനാണ്. PG ദേശീയ പുരസ്കാരം ലഭിച്ചത് റോമില താപ്പർ. ഇനി ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശനഷ്ടമുണ്ടാക്കിയ ചുഴലിക്കാറ്റ്. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശനഷ്ടം സൃഷ്ടിച്ച ചുഴലിക്കാറ്റിന്റെ പേര് ഡാന ചുഴലിക്കാറ്റാണ്. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമായ ചുഴലിക്കാറ്റ് ഡാന ചുഴലിക്കാറ്റ്. ഇനി ഹരിയാന മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരെന്നാണ് ചോദ്യം. ഹരിയാന മുഖ്യമന്ത്രി ചുമതലയേറ്റത് നയാബ് സിംഗ് സൈനിയാണ് ഹരിയാന മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് നയാബ് സിംഗ് സൈനി. ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒമർ അബ്ദുള്ളയാണ് ജമ്മു കാശ്മീരിലെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒമർ അബ്ദുള്ള. ഇനി സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരെന്നാണ് ചോദ്യം. ഉത്തരം സഞ്ജീവ് ഖന്നയാണ് 51ാമത് ചീഫ് ജസ്റ്റിസിനെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ചുമതലയേറ്റത് ആരെന്നാണ് ചോദ്യം. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ചുമതലയേറ്റത് ആര്? വിജയ് കിഷോർ ഹേത്കറാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ചുമതലയേറ്റ്. വിജയ് കിഷോർ രഹത്കറാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ചുമതല. മാലദ്വീപ് സ്ഥാനപതിയായി നിയമിതനായത്
ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതിയായി നിയമിതയായത്? ഐഷാന്ത് അസീമിയാണ്. ഐഷാന്ത് അസീമിയാണ് മാലദ്വീപിന്റെ സ്ഥാനപതിയായി നിയമിതയായത്. ഇനി തീര സംരക്ഷണ സേന മേധാവിയായി ചുമതലയേറ്റത്? തീര സംരക്ഷണ സേന മേധാവിയായി ചുമതലയേറ്റത് ആരെന്നാണ് ചോദ്യം. ഉത്തരം പരമേശ് ശിവമണി. പരമേശ് ശിവമണിയാണ് തീര സംരക്ഷണ സേന തലവനായി ചുമതലയേറ്റത്. പരമേശ് മണി. ടൈംസ് ഓഫ് ഒമാൻ അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത്? ടൈംസ് ഓഫ് ഒമാൻ അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ആർക്ക്? KN ആനന്ദകുമാറാണ് ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹം സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ്. ദന്തോപാധ്യായ പുരസ്കാരം ലഭിച്ചത്? ദന്തോപാധ്യായ പുരസ്കാരം ലഭിച്ചത് സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ദന്തോപാധ്യായ പുരസ്കാരം ലഭിച്ചത് ഒന്ന് മേനകാ ഗാന്ധിക്കും അതുപോലെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയസ് ക്ലീമിസിനുമാണ്. മേനകാ ഗാന്ധി അതുപോലെ കർദിനാൾ ബസേലിയസ് ക്ലീമിസിനുമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള മികവുള്ള ദന്തോപാധ്യായ റോങ്കടി പുരസ്കാരം ലഭിച്ചത്. 2024 വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 2024 വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആണ്. സൗരയൂഥത്തിന് പുറത്ത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ഗ്രഹം ഏത് എന്നാണ് ചോദ്യം. സൗരയൂഥത്തിന് പുറത്ത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ഗ്രഹത്തിന്റെ പേര് ഏത് എന്നാണ് ചോദ്യം. 6651b ഈ ഗ്രഹത്തിന്റെ പേര്. ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരമുള്ള ഗ്രഹമാണ്. ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരമുള്ള ഗ്രഹമാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത്? ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് ആര് എന്നാണ് ചോദ്യം. രാജേഷ് കുമാർ സിംഗ് ആണ് ഉത്തരം. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് രാജേഷ് കുമാർ സിംഗ്. ഇനി അടുത്തത് ലോകവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ്. അത് സാമ്പത്തിക നൊബേൽ പുരസ്കാരത്തിന് അർഹനായത് ആരെല്ലാം എന്നാണ് ചോദ്യം. സാമ്പത്തിക നൊബേൽ പുരസ്കാരത്തിന് അർഹനായത് ആരെല്ലാം? 6 വിഭാഗങ്ങളിലായിട്ടാണ് നൊബേൽ പുരസ്കാരം നൽകി തുടങ്ങിയത്. സാമ്പത്തിക നൊബേൽ പുരസ്കാരം 1968 നൽകി തുടങ്ങിയത്. ബാങ്ക് ഓഫ് സീഡ് പ്രൈസ്, അതായത് സ്വീഡൻ ആസ്ഥാനമായിട്ടുള്ള ബാങ്കാണ്. ആൽബർട്ട് ഐൻസ്റ്റീന് നൊബേൽ പ്രൈസ് കിട്ടിയത് ആപേക്ഷികത സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് രാജ്യം USA ആണ്. എന്നാൽ സാഹിത്യ നൊബേൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള രാജ്യം ഫ്രാൻസാണ്. നൊബേൽ പ്രൈസ് ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ള രാജ്യം അമേരിക്കയാണ്. എന്നാൽ സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് ഫ്രാൻസ് ആണ്. 2024 വർഷത്തെ സാമ്പത്തിക നൊബേൽ എന്ന് പറയുന്നത് 3 പേരാണ് പങ്കെടുത്തിരിക്കുന്നത്. അത് ഡാരോൺ അസെമൊഗലു, അതുപോലെ സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവരാണ് സാമ്പത്തിക നൊബേൽ പ്രൈസ് പുരസ്കാരം 2024 വർഷത്തെ ലഭിച്ചത് 3 പേർക്ക്. ഇന്ത്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരമായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഫ്രാൻസിന്റെ ഔദ്യോഗിക ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് നടി ജൂലിയ റോബർട്സ് ആണ്. ജൂലിയ റോബർട്സ് ആണ് ഫ്രാൻസിന്റെ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓസ്കാർ ജേതാവ് കൂടിയ അമേരിക്കൻ നടിയാണ് ജൂലിയ റോബർട്സ്. ഇനി വിയറ്റ്നാമിന്റെ പ്രസിഡന്റായി ഒരു ദേശീയ അസംബ്ലി തിരഞ്ഞെടുത്തത്? പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ലുവോങ് കുവോങ്. ലുവോങ് കുവോങ്ങിനെയാണ് ദേശീയ അസംബ്ലി വിയറ്റ്നാമിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ 16ാമത് ഉച്ചകോടി നടന്ന റഷ്യൻ നഗരം? ബ്രിക്സിന്റെ 16ാമത് ഉച്ചകോടി നടന്ന റഷ്യൻ നഗരം ഏത് എന്നാണ് ചോദ്യം. കസാൻ. റഷ്യയിലെ കസാനാണ് ഉത്തരം. ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരം ഏത് എന്നാണ് ചോദ്യം. ലോകത്തെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ വായുമലിനീകരണം ഏറ്റവും കൂടുതലുള്ള നഗരം ഡൽഹിയാണെന്ന് നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരം ഏതെന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ നഗരമായ ലാഹോർ ആണ് ഉത്തരം. പാകിസ്ഥാന്റെ
സാംസ്കാരിക നഗരം കൂടിയാണ് ലാഹോർ. ക്രിസ്റ്റഫർ കൊളംബസ് ഏതു രാജ്യക്കാരനാണ് എന്നതാണ് ചോദ്യം. ക്രിസ്റ്റഫർ കൊളംബസ് ഏത് രാജ്യക്കാരനെന്നാണ് ചോദ്യം. ക്രിസ്റ്റഫർ കൊളംബസ് ആണ് പല രാജ്യങ്ങളും കണ്ടുപിടിച്ചത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. അദ്ദേഹം ഇറ്റലിക്കാരനായിട്ട് അറിയപ്പെട്ടതാണ്. ഇപ്പോൾ DNA പരിശോധനയിൽ അദ്ദേഹം സ്പെയിൻകാരനാണെന്ന് തെളിയിക്കപ്പെട്ടു. രാജ്യം ക്രിസ്റ്റഫർ കൊളംബസ് ഏത് രാജ്യക്കാരനെന്ന് ചോദിച്ചാൽ ഉത്തരം സ്പെയിൻ. 80,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ദൃശ്യമായ വാൽ നക്ഷത്രം ഏത് എന്നാണ് ചോദ്യം. 80,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ദൃശ്യമായ വാൽ നക്ഷത്രം ഏത് എന്നാണ് ചോദ്യം. ഷുജിൻ ഷാൻ അറ്റ്ലസ് ആണ്. ഷുജിൻ ഷാൻ അറ്റ്ലസ് ആണ് 80,000 വർഷത്തിലൊരിക്കൽ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട വാൽ നക്ഷത്രമായി കണക്കാക്കപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് ആകാശത്ത് ദൃശ്യമാവുകയുണ്ടായി. ഈ ബാർ 2023 A3 എന്നാണ് ഇതിൻ്റെ അറിയപ്പെടുന്നത്. ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിൽ മടങ്ങിയെത്തിയ പേടകം. ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിൽ മടങ്ങിയെത്തിയ പേടകം ഏത് എന്നാണ് ചോദ്യം. എക്സിൻ്റെ ക്രൂ 8 ദൗത്യമാണ്. സ്പേസ് എക്സിൻ്റെ ക്രൂ 8 ദൗത്യമാണ്. 4 യാത്രക്കാരുമായി 2 മാസത്തിലധികം ബഹിരാകാശ നിലയത്തിൽ തങ്ങിയ ശേഷം തിരിച്ച് ഭൂമിയിലിറക്കിയ പേടകം സ്പേസ് എക്സിൻ്റെ ക്രൂ 8 ദൗത്യം എന്നാണ് അതറിയപ്പെടുന്നത്. ഔദ്യോഗിക സന്ദർശനമായി ഇന്ത്യയിലെത്തിയ തായ്ലാൻഡിലെ വിദേശകാര്യ മന്ത്രി ആര് എന്നാണ് ചോദ്യം. മാരിസ് തങ്കിയ പോങ്സ്. മാരിസ് തങ്കിയ പോങ്സ് ആണ് തായ്ലൻഡിലെ വിദേശകാര്യമന്ത്രി അടുത്ത കാലത്ത് ഇന്ത്യയിലെത്തിയത്. UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം. UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്ന് പുരസ്കാരം നേടുന്ന ആദ്യ നഗരം കൂടിയാണ് തിരുവനന്തപുരം. 2024 വർഷത്തെ ബുക്കർ സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് സാഹിത്യകാരി. 2024 വർഷത്തെ ബുക്കർ പ്രൈസ് സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് സാഹിത്യകാരിയുടെ സാമന്ത ഹാർവി. സാമന്ത ഹാർവിയാണ് ഉത്തരം. ഓർബിറ്റൽ എന്ന നോവലിലാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത്. ഓർബിറ്റൽ എന്ന നോവലിലാണ് സാമന്ത ഹാർവിക്ക് പുരസ്കാരം ലഭിച്ചത്. 29ാമത് UN കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയെന്നാണ് ചോദ്യം. 29ാമത് UN കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെ എന്ന്. ബാക്കു ആണ് ഉത്തരം. അസർബൈജാനിലെ ബാക്കു ആണ് ഉത്തരം. ഇനി അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഡൊണാൾഡ് ട്രംപ്. US പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഡൊണാൾഡ് ട്രംപ്. തുടർച്ചയല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. JD വാൻസനാണ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ്. ഇനി അടുത്തത് സ്പോർട്സ് ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. 2024 2020 ലോകകപ്പ് വനിതാ കിരീടം നേടി. 2024 2020 ലോകകപ്പ് കിരീടം നേടിയത് ന്യൂസിലാൻഡ്. വനിതാ ലോകകപ്പ് കിരീടം നേടിയത് ന്യൂസിലാൻഡ്. ദക്ഷിണാഫ്രിക്കയെ 32 റൺസിനാണ് ന്യൂസിലാൻഡ് തോൽപ്പിച്ചത്. ഹാൾ ഓഫ് ഫെയിം അവാർഡ് ലഭിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡ് ആണ് ഉത്തരം. നീതു ഡേവിഡ്. അന്ന് ICCയുടെ പുരസ്കാരമാണ് ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരൻ ആര് എന്നാണ് ചോദ്യം. ഉത്തരം വിരാട് കോഹ്ലിയാണ്. അതിനുമുമ്പ് സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ ഇവരാണ് നേരത്തെ 9,000 റൺസ് തികച്ച ഇന്ത്യൻ ക്രിക്കറ്റർമാർ. സാഫ് അണ്ടർ 17 കിരീടം നേടിയത്. സാഫ് അണ്ടർ 17 കിരീടം നേടിയത് ഇന്ത്യയാണ് ഉത്തരം. ഇന്ത്യ ഉത്തരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ISL ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് 64 ഗോളുകൾ നേടിയ സുനിൽ ഛേത്രിയാണ് ഉത്തരം. സുനിൽ ഛേത്രിയാണ് ഉത്തരം. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ കൂടിയാണ് സുനിൽ ഛേത്രി. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 27,000 റൺസ് തികച്ച ഇന്ത്യൻ ക്രിക്കറ്റർ.
അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 27,000 റൺസ് തികച്ച ഇന്ത്യൻ ക്രിക്കറ്ററാണ് വിരാട് കോഹ്ലി. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയാണ് വിരാട് കോഹ്ലി. അടുത്ത കാലത്ത് വിരമിച്ച സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം. സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസമാണ് ആന്ദ്രെ ഇനിയസ്റ്റ. ആന്ദ്രെ ഇനിയസ്റ്റയാണ് സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം. സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം. 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ. 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഉത്തരം USA, കാനഡ, മെക്സിക്കോ. USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ് 2026 ലോകകപ്പ് ഫുട്ബോൾ വേദിയാകുന്ന രാജ്യങ്ങൾ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ 344 റൺസാണ്. 120 പന്തിൽ 344 പന്ത് തികച്ച സിംബാബ്വെയാണ്. ഗാസിയക്കെതിരെയാണ് സിംബാബ്വെ ഈ റെക്കോർഡ് ഇട്ടത്. ഇനി ബാലൻഡിയർ പുരസ്കാരങ്ങളാണ്. അതിൽ മികച്ച പുരുഷ താരം റോഡ്രി, സ്പെയിൻ, മാഞ്ചസ്റ്റർ സിറ്റി. മികച്ച വനിതാ താരം അയറ്റാന ബോൾമാറ്റിയാണ് മികച്ച വനിതാ താരം. സ്പെയിൻ ആൻഡ് ബാഴ്സലോണയാണ് ടീം. മികച്ച പരിശീലകൻ കാർലോ ആൻസലോട്ടി, റയൽ മാഡ്രിഡ് താരം. മികച്ച പരിശീലക എമ്മ ഹേസ് ആണ് മികച്ച പരിശീലക. US വനിതാ ടീമിന്റെ പരിശീലകയാണ് എമ്മ ഹൈസ്. മികച്ച യുവതാരം ലാമിൻ യമാൽ. സ്പെയിൻ ബാഴ്സലോണ ടീമിന്റെ താരങ്ങളാണ് ലാമിൻ യമാൽ. ടോപ്പ് സ്കോറർ കിലിയൻ എംബാപ്പ, ഫ്രാൻസ് ആൻഡ് PSG. ഹാരി കെയ്ൻ, ഇംഗ്ലണ്ട്, ബയേൺ മ്യൂണിക്ക്. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, അർജന്റീന, ആസ്റ്റർ വില്ല. കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ജെന്നിഫർ മാസോ, സ്പെയിൻ. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്, മികച്ച വനിതാ ടീം ബാഴ്സലോണ. മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരങ്ങളാണ് പറയുന്നത്. അത് ബാലൻഡിയർ പുരസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ മികച്ച പുരുഷ താരം റോഡ്രിയാണ്. മികച്ച വനിതാ താരം അയറ്റാന ബോൾമാറ്റിയാണ്. മികച്ച പരിശീലക കാർലോ ആൻസലോട്ടിയാണ്. അതുപോലെ മികച്ച പരിശീലക എമ്മ ഹയസ് ആണ്. മികച്ച യുവതാരം ലാമിൻ യമാലാണ്. അതുപോലെ ടോപ്പ് സ്കോറർ കിലിയൻ എംബാപ്പ, അതുപോലെ തന്നെ ഹാരി കെയ്ൻ എന്നിവരാണ്. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ്. കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ജെന്നിഫർ ഹെർമാസോ ആണ്. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്, മികച്ച വനിതാ ടീം ബാഴ്സലോണ. ഇത്രയുമാണ് ബാലൻഡിയർ പുരസ്കാരം 2024 ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട പ്രധാന ചോദ്യം. ഇനി പ്രധാന നിര്യാണങ്ങളിലേക്കാണ് പോകുന്നത്. പണ്ഡിറ്റ് രാംനാരായൺ എന്ന് പറയുന്നത് സാരംഗി ഇതിഹാസമാണ്. പണ്ഡിറ്റ് രാംനാരായൺ അദ്ദേഹം അന്തരിക്കേണ്ടത്. അതുപോലെ തന്നെ സ്വകാര്യത മൗലികാവകാശമാക്കാൻ വേണ്ടി പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസാണ് KS പുട്ടസ്വാമിയാണ്. സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം അന്തരിക്കേണ്ടായി. അതുപോലെ മാമ്പുഴ കുമാരൻ ബന്ധപ്പെട്ട മേഖല സാഹിത്യ നിരൂപകനാണ് മാമ്പുഴ കുമാരൻ. TP കുഞ്ഞിക്കണ്ണൻ ബന്ധപ്പെട്ട മേഖല അദ്ദേഹം പ്രമുഖ സിനിമാ നാടക നടനാണ്. ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം അന്തരിക്കുണ്ടായി. MP സദാശിവൻ ബന്ധപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ പരിഭാഷ, വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകനാണ് MP സദാശിവൻ. MT പത്മ ബന്ധപ്പെട്ട മേഖല കേരളത്തിലെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ് MT പത്മ. ഇനി കിഗി ഹാക്കൻസൺ ബന്ധപ്പെട്ട മേഖല ലോക സുന്ദരി പട്ടം സ്വന്തമാക്കിയതാണ് കിഗി ഹാക്കൻസൺ. ബാലചന്ദ്രൻ മടക്കെഴുത്ത് ബന്ധപ്പെട്ട മേഖല അദ്ദേഹം സാഹിത്യ വിമർശകനും പരിഭാഷകനുമായിരുന്നു ബാലചന്ദ്രൻ മടക്കെഴുത്ത്. ഇനി അന്റോണിയോ സ്കാർമെത്ത ബന്ധപ്പെട്ട മേഖല അദ്ദേഹം പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിന്റെ സൃഷ്ടാവാണ് അന്റോണിയോ സ്കാർമെത്ത.
ഇത്രയുമാണ് നവംബർ മാസത്തെ പ്രധാന കറണ്ട് അഫയേഴ്സ്. നന്ദി, നമസ്കാരം.